ഹായ് ഓൾ, എൻ്റെ പേര് ചൈത്ര. ഞാൻ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബോട്ടണിയുടെ ഫാക്കൽറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറേ പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തി തന്നായിരുന്നു. നമുക്ക് പ്ലാന്റ് കിങ്ഡത്തിൽ പഠിക്കാനുള്ള ഒരുപാട് പ്ലാന്റ്സ് ഞാൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. പിന്നെ പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ അന്ന് നമ്മൾ കുറേ സംസാരിച്ചു അതിനെപ്പറ്റി അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് കിങ്ഡത്തിലെ ഏറ്റവും പ്രിമിറ്റീവ് കാറ്റഗറിയായ ആൽഗേനെ പറ്റിയിട്ടാണ്. അപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ശരിക്കും ആൽഗേ. പ്ലാന്റ് കിങ്ഡത്തിലെ ഏറ്റവും പ്രിമിറ്റീവായ ഗ്രൂപ്പാണ് ആര്? ആൽഗേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലേ, കല്ലുകളുടെ മുകളിലും മരത്തിൻ്റെ മുകളിലൊക്കെ പച്ച കളറിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽഗേ എന്ന് പറയുന്ന ഗ്രൂപ്പ്. കളർ എന്താ? പച്ച കളർ അല്ലേ. അപ്പോൾ ഈ പച്ച കളർ വരണമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പച്ച കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ക്ലോറോഫിൽ ആണ്. അപ്പോൾ ഈ പ്ലാന്റ് ഗ്രൂപ്പിൽ ഏത് പിഗ്മെന്റ് ആണ് പ്രസന്റ് ഉണ്ടാവുക? ഇവർ ക്ലോറോഫിൽ ബിയറിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഇവരുടെ പ്ലാന്റ് ബോഡി താലോയിഡ് ബോഡി എന്നാണ് പറയാ. എന്താ താലോയിഡ് ബോഡി? നമ്മൾ ഒരു പ്ലാന്റിനെ ഇമാജിൻ ചെയ്യുമ്പം നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് റൂട്ട് ഉണ്ടാവും, സ്റ്റെം ഉണ്ടാവും, ലീഫ് ഉണ്ടാവും, ഫ്ലവർ ഉണ്ടാവും. ഇങ്ങനെയാണ് ഒരു പ്ലാന്റിനെ പറ്റി നമ്മുടെ മനസ്സിൽ വരിക അല്ലേ. പക്ഷെ ആൽഗേ ഇങ്ങനെയൊന്നുമല്ല. ആൽഗയുടെ ബോഡി താലോയിഡ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല? നോ റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. റൂട്ട് എന്നോ സ്റ്റെം എന്നോ ലീഫ് എന്നോ ഉള്ള ഡിഫറൻസിയേഷൻ ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ് ആര്? നമ്മുടെ ആൽഗേ. ഓക്കെ. പിന്നെ ഓട്ടോട്രോഫിക്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കിങ്ഡം ആണ്. പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ഏറ്റവും മേജർ ഫീച്ചർ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് ആണ്. അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും. ആ ഫുഡാണ് നമ്മളെല്ലാവരും സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പം ഈ ഗ്രൂപ്പ് ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫോട്ടോസിന്തറ്റിക്. അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. പിന്നെ ലാർജ്ലി അക്വാട്ടിക്. ആൽഗേ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുക വാട്ടർ ബോഡീസിലാണ്. അതിന് പുറമെ മോയ്സ്റ്റ് സ്റ്റോണിലും സോയിലും വുഡിലും ഒക്കെ നമുക്ക് ആരെ കാണാൻ പറ്റും? ഈ ആൽഗേനെ നമുക്ക് കാണാൻ പറ്റും. ഇനി ആൽഗയുടെ ഫോം എങ്ങനെയാണ് അവർ കാണുന്നത്, അതിൻ്റെ സൈസ്, ഇതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ സിംഗിൾ സെല്ലുള്ള ഒറ്റ സെല്ലുള്ള ആൽഗേ ഉണ്ട്. അതേപോലത്തെ ഒറ്റ സെല്ലുള്ള ആൽഗേ പോലെ തന്നെ ഒരുമിച്ച് ഇങ്ങനെ ഒരു കോളനി ആയിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ആൽഗേ ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് വോൾവോക്സ് എന്ന് പറയുന്ന ആൽഗേ. പിന്നെയോ ആൽഗേ ഇങ്ങനെ ഫിലമെന്റ് പോലെ, ചരട് പോലെ, നൂല് പോലെ, ഫിലമെന്റ് പോലെയുള്ള ആൽഗേ ഉണ്ട്. അതിലൊന്നാണ് സ്പൈറോഗൈറ, മറ്റൊന്നാണ് യുലോത്രിക്സ് എന്ന് പറയുന്ന ആൽഗേ. അപ്പോൾ ഇതാണ് ആൽഗയുടെ ഫോമിനെ പറ്റി പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ ചിന്തിക്കും ഈ ആൽഗേനെ ഞാനിപ്പോൾ യൂണിസെല്ലുലാർ, കൊളോണിയൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ചെറിയ ആൾക്കാർ മാത്രമാണ്. അല്ല, ആൽഗേ ബ്രാഞ്ചിങ് ഒക്കെയുള്ള ആൽഗേ ഉണ്ട്. 100 മീറ്ററോളം 100 മീറ്ററോളം ഡെപ്തിലുള്ള അത്രയും നീളമുള്ള മാസീവ് ഫോംസ് ഓഫ് ആൽഗേയും ഉണ്ട്. അങ്ങനത്തെ മാസീവ് ഫോംസ് ഓഫ് ആൽഗേനെ ജനറലായിട്ട് നമ്മൾ പറയുന്ന ഒരു ടേമാണ് കെൽപ്സ് എന്ന്. പിന്നീട് നമ്മളിപ്പോൾ ഈ ആൽഗേനെ പറ്റി പറയുമ്പം ഫ്ലവർ ഒന്നുമില്ല അല്ലേ. ആൽഗേക്ക് ഫ്ലവർ ഒന്നുമില്ല. പിന്നെ എങ്ങനെ അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? നമ്മൾ സാധാരണ ഒരു പ്ലാന്റിൽ ഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് റീപ്രൊഡക്ഷൻ നടക്കുക. പക്ഷെ ആൽഗേക്ക് ഫ്ലവർ ഒന്നുമില്ല. പക്ഷെ അവരും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ ആൽഗൽ ഗ്രൂപ്പ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക? 3 ടൈപ്പ് റീപ്രൊഡക്ഷനാണ് ആൽഗയിലുള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽഗയുടെ ബോഡി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പീസായിട്ട് മാറും. ഈ ഓരോ പീസൊന്നും പുതിയൊരു ആൽഗൽ ബോഡി ഉണ്ടായി വരും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന മെത്തേഡായിട്ട് വിളിക്കുക. പിന്നെ ഉള്ളത് സൂസ്പോസ് ആണ്. സൂസ്പോസ് എന്ന് പറഞ്ഞാൽ ഫ്ലജെല്ല ഒക്കെയുള്ള മൂവ് ചെയ്യാൻ പറ്റുന്ന ഇവരുടെ അസെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ട സ്ട്രക്ചേഴ്സ് ആണ് സൂസ്പോർ എന്ന് പറയുന്നത്. തേർഡ് റീപ്രൊഡക്ഷൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. നമുക്കറിയാം ഏറ്റവും അഡ്വാൻസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. 3 കാറ്റഗറി സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൽഗയിലുണ്ട്: ഐസോഗമി, അനൈസോഗമി, ഊഗമി. ഐസോ എന്നുള്ള വാക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം സെയിം എന്നാണ് ഐസോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇവിടെ എന്താ? സിമിലർ സൈസ്ഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് ആണ് ഫ്യൂസ് ചെയ്യുക. മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഒരുപോലെ സൈസ്, മോർഫോളജിക്കലി അവർ ഒരുപോലെ ഇരിക്കും. അവരാണ് ഫ്യൂസ് ചെയ്യുന്നത്. ഈ ഫ്യൂഷനിൽ തന്നെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ചിലപ്പം 2 ഗമീറ്റ്സും 2 മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഇങ്ങനെ ഫ്ലജെല്ലയൊക്കെയുള്ള ഗമീറ്റ് ഉണ്ടാവും. 2 ഗമീറ്റ്സിനും മോട്ടൈൽ ആണെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കാറ്റഗറി ഐസോഗമി വരുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് യുലോത്രിക്സ്. രണ്ടാമത്തെ കാറ്റഗറിയിലോ 2 ഗമീറ്റ്സ് ഉണ്ട്, മെയിൽ ഗമീറ്റും ഉണ്ട്, ഫീമെയിൽ ഗമീറ്റും ഉണ്ട്. പക്ഷെ 2നും മൂവ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഫ്ലജെല്ലി ഒന്നുമില്ല. നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഗമീറ്റ്സ് ആണ് ഉണ്ടാവുക. അതിൻ്റെ എക്സാമ്പിൾ ആണ് സ്പൈറോഗൈറ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സ്പൈറോഗൈറയിൽ നോൺ മോട്ടൈൽ ഐസോഗമിയാണ് കാണുന്നത്. പിന്നെ വരുന്നത് അനൈസോഗമി. അനൈസോഗമി എന്ന് പറഞ്ഞാൽ അത് ഐസോഗമി അല്ല എന്നർത്ഥം.
അതായത് രണ്ട് ഗമീറ്റ്സും സിമിലർ സൈസ്ഡ് ആയിരിക്കില്ല. ഡിസിമിലർ സൈസ്ഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അനൈസോഗമി. ഈ അനൈസോഗമിയുടെ എക്സാമ്പിൾ ആണ് യുഡോറിന. പിന്നെ വരുന്നത് ഊഗമി. ഊഗമിയിൽ ഒരു ഗമീറ്റ് ജനറലി മോട്ടൈൽ ആയിരിക്കും. അതായത് ജനറലി മെയിൽ ഗമീറ്റ് ആണ് മോട്ടൈൽ ആയിട്ട് ഉണ്ടാവുക. മെയിൽ ഗമീറ്റ് മോട്ടൈലും ഫീമെയിൽ ഗമീറ്റ് ലാർജ് ആയിരിക്കും. മെയിലിനേക്കാളും വലിയ ഫീമെയിൽ ഗമീറ്റ് ആണ് ഉണ്ടാവുക. അപ്പം മെയിൽ ഗമീറ്റ് ചെറുതും മൂവ് ചെയ്യാൻ പറ്റുന്നതും ഫീമെയിൽ ഗമീറ്റ് വലിയ നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഗമീറ്റും ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം ഊഗമി എന്ന് വിളിക്കാം. അതിൻ്റെ എക്സാമ്പിൾ ആണ് വോൾവോക്സും ഫ്യൂക്കസും. അപ്പം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽഗേനെ പറ്റിയിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഒരു ഓവറോൾ ഐഡിയ ആണ് തരുന്നത്. ഇനി ഈ ആൽഗൽ ഗ്രൂപ്പിനെ പറ്റി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പം നമുക്ക് ഈ ആൽഗയുടെ പല പല ക്ലാസസിനെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം. ആൽഗേനെ നമ്മൾ 3 ഗ്രൂപ്പ് അഥവാ 3 ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ്റെ ഒന്നാമത്തെ ക്രൈറ്റീരിയ ഈ ആൽഗയുടെ സെൽ വോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെൽ വോളിൻ്റെ കോമ്പോസിഷൻ ആണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത് ഇങ്ങനെ ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ ആൽഗയിലുള്ള പിഗ്മെന്റ്സ് ആണ്. ആൽഗയിലുള്ള പിഗ്മെന്റ്സ് ആണ് അടുത്ത ക്രൈറ്റീരിയ. ഏതൊക്കെ പിഗ്മെന്റ് ആണ് ആൽഗയിൽ ഉണ്ടാവുക? തേർഡ് ക്രൈറ്റീരിയ വരുന്നത് ഇവരെന്താണ് സ്റ്റോർ ചെയ്യുന്നത്? റിസർവ് ഫുഡ്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആനിമൽ ബോഡിയിൽ നമ്മുടെ ഫുഡിൻ്റെ ഒരു ഭാഗം ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും, നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ പ്ലാന്റ്സും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്കറിയാം ഹയർ പ്ലാന്റ്സിൽ മെയിനായിട്ട് സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ആൽഗയിൽ ഓരോ കാറ്റഗറിയിലും എന്താണ് അവർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് റിസർവ് ഫുഡായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതാണ് തേർഡ് ക്രൈറ്റീരിയ. നാലാമത്തെ ക്രൈറ്റീരിയ വരുന്നത് ഫ്ലജല്ലേഷൻ ആണ്. ഇവരുടെ സൂസ്പോറിനും ഗമേറ്റിനും ഒക്കെ എത്ര ഫ്ലജല്ല ഉണ്ട്, ആ ഫ്ലജല്ല എവിടെയാണ് കാണുന്നത്, ഇതൊക്കെയാണ് ഫ്ലജല്ലേഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഇത്രയും ക്രൈറ്റീരിയ സെൽ വോള്, പിഗ്മെന്റ്, റിസർവ് ഫുഡ്, ഫ്ലജല്ലേഷൻ, ഇത്രയും ക്രൈറ്റീരിയസിനെ ബേസ് ചെയ്ത് നമ്മുടെ ആൽഗേനെ, നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിലെ ഏറ്റവും മോസ്റ്റ് പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ 3 തരംതിരിച്ച് വെച്ചേക്കുകയാണ്. 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതിലൊന്നാമത്തെ ഗ്രൂപ്പാണ് ക്ലോറോഫൈസിയെ, രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഫിയോഫൈസിയെ, മൂന്നാമത്തെ ഗ്രൂപ്പാണ് റോഡോഫൈസിയെ. അപ്പോൾ ക്ലോറോഫൈസിയ ഉണ്ട്, ഫിയോഫൈസിയ ഉണ്ട്, റോഡോഫൈസിയ ഉണ്ട്. ഇവരെ ഓരോരുത്തരെയായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പിലേക്ക് പോവുകയാണ് ഞാൻ. ഒന്നാമത്തെ ഗ്രൂപ്പാണ് ക്ലോറോഫൈസിയെ. ക്ലോറോ എന്ന വാക്ക് കേൾക്കുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ക്ലോറോഫിൽ, ക്ലോറോപ്ലാസ്റ്റ് ഇങ്ങനത്തെ ടേംസ് ആയിരിക്കും. അപ്പോൾ ക്ലോറോഫൈസിയൻ്റെ കോമൺ നെയിം ഗ്രീൻ ആൽഗേ എന്നാണ്. ഗ്രീൻ ആൽഗേ, ആ പേര് തന്നെ അറിയാം, അവരുടെ കളർ എന്താണ്? ഗ്രീൻ കളർ ആയിരിക്കും. നല്ല ഗ്രാസ് ഗ്രീൻ കളറിലാണ് നമുക്ക് ഇവരെ കാണാൻ പറ്റുക. അപ്പോൾ ഈ ഗ്രീൻ കളർ കിട്ടണമെങ്കിൽ ഒബ്വിയസ്ലി പിഗ്മെന്റ് ഏതായിരിക്കും? ക്ലോറോഫിൽ പിഗ്മെന്റ്. അപ്പോൾ ഇവർക്ക് 2 ക്ലോറോഫിൽ പിഗ്മെന്റ് ആണുള്ളത്. ക്ലോറോഫിൽ എയും ഉണ്ട്, ക്ലോറോഫിൽ ബിയും ഉണ്ട്. പിന്നെ ഈ ക്ലോറോഫിൽ പിഗ്മെന്റ് എവിടെയാ കാണാ? ആൽഗേ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രിമിറ്റീവ് ആണെങ്കിലും നമ്മുടെ ഹയർ പ്ലാന്റ്സിന്റെ സെൽസിന്റെ ഉള്ളിൽ കാണുന്ന എല്ലാവരും ഇവർക്കും ഉണ്ട്. അപ്പോൾ ഇവരുടെ പിഗ്മെന്റ്സ് കാണപ്പെടുന്നത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽ ഓർഗനലിന്റെ ഉള്ളിലാണ് നമുക്ക് ഈ പിഗ്മെന്റ് കാണാൻ പറ്റുക. ക്ലോറോപ്ലാസ്റ്റ് പല 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 ഷേപ്പിലുള്ള ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് പല ആൽഗകൾക്ക്. നോക്കിയേ, ഡിസ്ക് പോലെ ഡിസ്കോയിഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, പ്ലേറ്റ് ലൈക്ക് ആയിട്ടുള്ള പ്ലേറ്റ് പോലെ ഷേപ്പ് വരുന്ന ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, റെറ്റിക്കുലേറ്റ് ഒരു നെറ്റ്വർക്ക് പോലെയുള്ള ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, കപ്പ് ഷേപ്പ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, സ്പൈറൽ ക്ലോറോപ്ലാസ്റ്റിൽ ആൽഗയുണ്ട്, റിബൺ ലൈക്ക് ക്ലോറോപ്ലാസ്റ്റിൽ ആൽഗയുണ്ട്. അപ്പോൾ ആൽഗയിൽ, ഗ്രീൻ ആൽഗയിൽ ക്ലോറോപ്ലാസ്റ്റ് പല ആൽഗകളിലും പല 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 ഷേപ്പാണ്. അപ്പോൾ സ്പൈറൽ ഷേപ്പ്, അതാണ് സ്പൈറോഗൈറ എന്നുള്ള പേരൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പല ഷേപ്പുള്ള ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും ആർക്ക്? ക്ലോറോഫൈസിയൻ മെമ്പറിന്. ഇനി ഇവരുടെ സെൽ വാൾ, അപ്പോൾ പിഗ്മെന്റ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ ആയിരുന്നു, നമ്മൾ പറഞ്ഞു ക്ലോറോഫിൽ എയും ബിയും. വേറൊരു ക്രൈറ്റീരിയ ആണ് സെൽ വാളിന്റെ കോമ്പോസിഷൻ. പ്ലാന്റ് കിങ്ഡത്തിൽ ഏത് ഗ്രൂപ്പായാലും പ്ലാന്റ്സിന് നമുക്കറിയാം അവരുടെ സെൽ വാളിൽ ഒരു കോമൺ ആള് സെല്ലുലോസ് ആണ്. ഇതേപോലെ തന്നെ ഇവരുടെ സെൽ വോള് 2 ലെയർ ആയിട്ടാണുള്ളത്. അതിലെ ഇന്നർ ലെയർ സെല്ലുലോസ് കൊണ്ടും ഔട്ടർ ലെയർ പെക്ടോസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നർ ലെയർ ഓഫ് സെല്ലുലോസ്, ഔട്ടർ ലെയർ ഓഫ് പെക്ടോസ് ആണ് ക്ലോറോഫൈസിയുടെ സെൽ വാൾ ഉണ്ടാവുക. പിന്നെ സ്റ്റോർഡ് ഫുഡ്, ഇവരെന്ത് ഫുഡാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്?
നമ്മളെ ഹയർ പ്ലാന്റ്സിലെ പോലെ തന്നെ സ്റ്റാർച്ചാണ് ക്ലോറോഫൈസിയൻ മെമ്പറിൽ മെയിൻ ആയിട്ടുള്ള സ്റ്റോർ ഫുഡ്. ഇനി ഈ സ്റ്റോർ ഫുഡ് എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഗ്രീൻ ആൽഗയ്ക്ക്. ഈ സ്റ്റോർ ഫുഡ് നമുക്ക് കാണാൻ പറ്റുക പൈറനോയിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലാണ്. സ്റ്റോർ ഫുഡ് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? പൈറനോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്ട്രക്ചർ ഉണ്ട് ആർക്ക്? ഗ്രീൻ ആൽഗയ്ക്ക്. ഈ പൈറനോയിഡും ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലുള്ള പൈറനോയിഡിലാണ് ഇവിടെ ഫുഡ് സ്റ്റോർ ചെയ്യുക. അവിടെ സ്റ്റാർച്ച് മാത്രമല്ല, സ്റ്റാർച്ചിൻ്റെ ഒപ്പം പ്രോട്ടീനും കൂടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ ക്ലോറോഫൈസിയെ സ്റ്റോർ പ്രോട്ടീൻ ബിസൈഡ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ആരുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. ചില ആൽഗകളിൽ ഓയിൽ ഡ്രോപ്ലെറ്റ് ആയിട്ടും ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഗ്രീൻ ആൽഗയുണ്ട്. പിന്നെ വരുന്നത് ഇവരുടെ സൂസ്പോർ ആണ്. സൂസ്പോർ, ഈ സൂസ്പോറിൻ്റെ ഫ്ലജെല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ഇവർക്ക് 2 to 8 ഫ്ലജെല്ല ഉണ്ടാവും. അതെങ്ങനെയാണ് ഉണ്ടാവുക? ഫ്ലജെല്ല 2 to 8 ഫ്ലജെല്ല വിച്ച് ഈസ് ഓഫ് ഈക്വൽ സൈസ്, ഒരേ സൈസുള്ള 2 to 8 ഫ്ലജെല്ല ആൻഡ് സൂസ്പോറിൻ്റെ ടിപ്പിൽ എപ്പിക്കൽ പൊസിഷനിലാണ് ഈ ഫ്ലജെല്ല ഉണ്ടാവുക. 2 to 8 ഈക്വൽ എപ്പിക്കൽ ഫ്ലജെല്ല. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇനി പറയുന്നത്. എക്സാമ്പിൾസിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്ലാമിഡോമോണാസ് ഉണ്ട്. അതൊരു സിംഗിൾ സെൽഡ് ആൽഗയാണ്. നമ്മുടെ ഫിലമെന്റസ് ഫോമാണ് സ്പൈറോഗൈറ യൂളോത്രിക്സ്. കുറച്ചും കൂടെ ക്ലോറോഫൈസിയയിലെ ജനറൽ ഫീച്ചേഴ്സ് എന്നൊക്കെ കുറച്ച് എക്സെപ്ഷൻ ഉള്ള കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലോറോഫൈസിയൻ്റെ മെമ്പറാണ് കാര. അപ്പോൾ ക്ലാമിഡോമോണാസ്, സ്പൈറോഗൈറ, യൂളോത്രിക്സ്, കാര, ഇത്രയും ആൾക്കാരാണ് ക്ലോറോഫൈസിയൻ്റെ എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോളനി ആയിട്ട് ഒരു കൊളോണിയൽ ഫോമിൽ ഉണ്ടാവുന്ന ആൽഗിയാണ് നമ്മുടെ വോൾവോക്സ്. ഫിലമെൻ്റ് ആയിട്ട് ത്രെഡായിട്ട് കൊടുത്തിരിക്കുന്ന ആൽഗിയാണ് യൂളോത്രിക്സ്. ഇത് രണ്ടും NCERT കൊടുത്ത ഫിഗേഴ്സ് ആണ്. നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ തരത്തിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വോൾവോക്സ്, ഇത് യൂളോത്രിക്സ്. ഇയാളാണ് നമ്മുടെ യൂണി സെല്ലുലാർ ആയിട്ടുള്ള ക്ലാമിഡോമോണാസ് എന്ന് പറയുന്ന ആൽഗിയാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി. അപ്പോൾ ഇത്രയാണ് ക്ലോറോഫൈസിയനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അടുത്ത കാറ്റഗറി വരുന്നത് ഫിയോഫൈസിയ ആണ്. അപ്പോൾ ഫിയോഫൈസിയെ എന്ന് പറയുന്ന കാറ്റഗറീനെ നമ്മൾ വിളിക്കുന്ന കോമൺ നെയിം ബ്രൗൺ ആൽഗേ. അപ്പോൾ കളർ എന്തായിരിക്കും ആൽഗയുടെ? ബ്രൗൺ കളർ ആയിരിക്കും അല്ലേ? കളറ് ബ്രൗൺ കളർ ആയിരിക്കും. ആൻഡ് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ബ്രൗൺ കളറാണെന്നല്ല, ഒലീവ് ഗ്രീൻ മുതൽ ബ്രൗൺ കളർ വരെ ഇവരുടെ കളർ ഇങ്ങനെ മാറിയിട്ടുണ്ടാവും. ഒലീവ് ഗ്രീൻ കളറുള്ള ബ്രൗൺ ആൽഗി ഉണ്ട്. അതേപോലെ തന്നെ ബ്രൗൺ ഇങ്ങനെ ഡാർക്ക്നെസ് കൂടി 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 നല്ല ഡീപ്പ് ബ്രൗൺ ആയിട്ടുള്ള ബ്രൗൺ ആൽഗികളും ഉണ്ട്. ഇവരുടെ ക്ലോറോഫൈസിയെന്ന് ഇവരെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലോറോഫൈസിയെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഫിയോഫൈസിയെ കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫിയോഫൈസിയെ. ഇവരുടെ ബോഡി ശരിക്കും 3 പാർട്ട് ഉണ്ട് ഇവരുടെ ബോഡിക്ക്. ഹോൾ ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, സ്റ്റൈപ്പ് എന്ന് പറയുന്ന ഭാഗമുണ്ട്, ഫ്രോണ്ട് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇതിൽ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഭാഗം ഇവരെ എന്തുകൊണ്ടാണോ എന്തിലേക്കാണോ ഇവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഹോൾഡ് ഫാസ്റ്റ്. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ അറ്റാച്ച് ചെയ്യാൻ സബ്സ്ട്രേറ്റത്തിലെ റോക്കിലോ എവിടെയാണോ ഇവർ പറ്റിപ്പിടിച്ച് അവിടെ അറ്റാച്ച് ചെയ്ത് നിർത്താനാണ് ഹോൾഡ് ഫാസ്റ്റ്. പിന്നെ വരുന്ന ആള് സ്റ്റൈപ്പാണ്. സ്റ്റൈപ്പ് നമ്മുടെ സ്റ്റെമ്മ് പോലെ ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറാണ്, ഒരു സ്റ്റോക്കാണ്. പിന്നെ നമ്മുടെ ഫ്രോണ്ട് എന്ന് പറയുന്ന സ്ട്രക്ചർ നോക്കൂ, ആൽഗെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആണ്, ഫോട്ടോസിന്തസിസ് ചെയ്യേ പറ്റൂ. സോ ഫ്രോണ്ട് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ ഹോൾ ഫാസ്റ്റ് അറ്റാച്ച്മെന്റിനാണ്, സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറാണ് സ്റ്റൈപ്പ്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ലീഫ് ലൈക്ക് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്? ഫ്രോണ്ട് എന്ന് പറയുന്ന പാർട്ട്. അങ്ങനെ 3 പാർട്ടായിട്ട് ഇവരുടെ ബോഡി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രീൻ ആൽഗേനേക്കാളും കുറച്ചും കൂടെ വലിയ ബോഡി ഓർഗനൈസേഷൻ ആർക്കുണ്ട്? നമ്മുടെ ബ്രൗൺ ആൽഗേക്ക് ഉണ്ട്. ഇനി ഇവരുടെ പിഗ്മെന്റ്, ഇവർക്കുള്ള ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ സി, ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ സി, ഫ്യൂക്കോസാന്തിൻ. ഈ ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് നമ്മുടെ ആൽഗേക്ക് ബ്രൗൺ കളർ കൊടുക്കുന്നത്. ഫ്യൂക്കോസാന്തിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിൽ ഒലീവ് ഗ്രീൻ കളർ വരും. ഫ്യൂക്കോസാന്തിന്റെ കോൺസെൻട്രേഷൻ കൂടി 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 വരുന്നതിനനുസരിച്ച് കളർ ഇങ്ങനെ കൂടി ബ്രൗൺ ഇങ്ങനെ വന്ന് ഡീപ്പ് ബ്രൗണിലേക്ക് അവർ വരും. ഫ്യൂക്കോസാന്തിനാണ് ഈ കളർ കൊടുക്കുന്നത്. അതൊരു സാന്തോഫിൽ പിഗ്മെന്റ് ആണ്. പിന്നെ വരുന്നത് സെൽ വാൾ, സെല്ലുലോസ് ആണ്. സെല്ലുലോസിക് സെൽ വാളിന് ചുറ്റും ഒരു ജെൽ ലൈക്ക് മാറ്ററിന്റെ കവറിംഗ് ഉണ്ട്. ആ ജെൽ ലൈക്ക് മാറ്ററിനെയാണ് നമ്മൾ വിളിക്കുന്നത് ആൽജിൻ.
പിന്നെ സ്റ്റോർഡ് ഫുഡ് കോംപ്ലക്സ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് നല്ല കോംപ്ലിക്കേറ്റഡ് കാർബോഹൈഡ്രേറ്റ് ആണ് സ്റ്റോർഡ് ഫുഡ് ഉണ്ടാവുക. ലാമിനാരിൻ, മാനിറ്റോൾ, ഇത് രണ്ടുമാണ് നമ്മുടെ ബ്രൗൺ ആൽഗേന്റെ സ്റ്റോർഡ് ഫുഡ്. പിന്നെ ഫ്ലജല്ലേഷൻ ആണ്. സ്പോർസിൻ്റെയും ഗമേറ്റ്സിൻ്റെ ഒക്കെ ഫ്ലജല്ലേഷൻ ആണ് പറയുന്നത്. ഇവരുടെ സ്പോർട്സ് ആയാലും ഗമേറ്റ്സ് ആയാലും ഷേപ്പ് വരുന്നത് ഇങ്ങനെയൊരു പിയർ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. പിയർ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിന് ഉണ്ടാവുക ലാറ്ററൽ സൈഡിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് അൺഈക്വൽ ഫ്ലജല്ലയാണ്. ലാറ്ററലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള, എവിടെയാണ് ലാറ്ററലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2 അൺഈക്വൽ ഫ്ലജല്ലയാണ് നമ്മുടെ ഫിയോഫൈസിയൻ മെമ്പേഴ്സിനുള്ളത്. ഇനി ഇവരുടെ എക്സാമ്പിൾസ് വരുന്നത് ഒന്ന് എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനാരിയ, സർഗാസം, ഫ്യൂക്കസ്. ഇതിൽ എക്ടോകാർപ്പസ് എന്ന് പറയുന്ന ആള് എക്ടോകാർപ്പസ് സിംപ്ലി ബ്രാഞ്ച് ഫോം ആണ്. സിമ്പിളായിട്ട് ബ്രാഞ്ചസ് ഒക്കെയുള്ള സിംപ്ലി ബ്രാഞ്ച് ഫോം ആണ് എക്ടോകാർപ്പസ്. അതേസമയം ഞാൻ പറഞ്ഞു 100 മീറ്റേഴ്സോളം ടോൾ ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ആൽഗകൾ ഉണ്ട്. ആ ആൽഗെ വരുന്നത് ബ്രൗൺ ആൽഗയിൽ തന്നെയാണ്. അങ്ങനത്തെ ലോങ് ആൽഗേനെ നമ്മൾ വിളിക്കുന്ന പേര് കെൽപ്സ് എന്നാണ് വിളിക്കുക. മാസീവ് ആൽഗേനെ വിളിക്കുന്ന പേരാണെന്ത്? കെൽപ്സ്. മാസീവ് ഫോം ഓഫ് ആൽഗേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെൽപ്സ്. ഇനി ഇവരിലും ഐസോഗമിയും അനൈസോഗമിയും ഊഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനും എല്ലാം ഈ ഗ്രൂപ്പിലും നമുക്ക് കാണാൻ പറ്റും. ഫിയോഫൈസിയയിലെ ചില മെമ്പേഴ്സിന്റെ ഫിഗർ നമ്മുടെ NCERT-യിലുണ്ട്. അതിലിതാ ഈ 3 ആൾക്കാരാണ്. നന്നായിട്ട് നോക്കി വെക്കുക, ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുന്ന ഫിഗറുകളാണ്. ഒന്നാമത്തത് ലാമിനാരിയ, ഫ്യൂക്കസ്, ഡിക്റ്റിയോട്ട. ഇതിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോൾ ഫാസ്റ്റ് ഉണ്ട്, സ്റ്റൈപ്പ് ഉണ്ട്, ഫ്രോണ്ട് ഉണ്ട്. ലാമിനാരിയയുടെ ഫിഗർ നല്ലോണം നോക്കിയേ, ഹോൾ ഫാസ്റ്റ് ഉണ്ട്, സ്റ്റൈപ്പ് ഉണ്ട്, ഫ്രോണ്ട് ഉണ്ട്. ഫ്യൂക്കസിന്റെ ഫിഗറിൽ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും, എയർ ബ്ലാഡർ. എയർ ഫില്ല് ചെയ്ത് വെച്ചൊരു സ്ട്രക്ചർ ഉണ്ട് ഫ്യൂക്കസിന്. ഇതിങ്ങനെ ബോയൻസി, അതായത് ഈ പ്ലാന്റിനെ, ഈ ആൽഗേനെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് എയർ ബ്ലാഡർ എന്ന് പറയുന്ന സ്ട്രക്ചർ. അപ്പോൾ ഈ 3 ഫിഗറും നോക്കി വെക്കുക. ഹോൾ ഫാസ്റ്റ്, സ്റ്റൈപ്പ്, ഫ്രോണ്ട് 3 റീജിയൻ ഉണ്ട് ബ്രൗൺ ആൽഗേന്റെ ബോഡിയിലെന്നും അറിയാം. ഇനി ഇതാണ് നമ്മുടെ ഫ്യൂക്കസിന്റെ എയർ ബ്ലാഡർ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഫ്യൂക്കസിന്റെ ഇത് മൊത്തം ഫ്യൂക്കസിന്റെ എന്താണ്? എയർ ബ്ലാഡറുകളാണ്. അടുത്ത ഗ്രൂപ്പാണ് റോഡോഫൈസിയെ. റോഡോഫൈസിയനെ കോമൺലി നമ്മൾ വിളിക്കുന്നത് റെഡ് ആൽഗെ. പേരെല്ലാം രസമുണ്ട്, റെഡ് കളറിലുള്ള ആൽഗയാണ്. നോക്കൂ, ഗ്രീൻ കളറിലുള്ള ആൽഗയുണ്ട്, ബ്രൗൺ കളർ. ആ ബ്രൗണിൽ ഞാൻ പറഞ്ഞു ഒലീവ് ഗ്രീൻ ടു പല ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ ഉണ്ട്. ഇനി വരുന്നത് റെഡ് കളറിലുള്ള ആൽഗയാണ്. അപ്പൊ റെഡ് ആൽഗയാണ് ഇനി പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫിയോഫൈസിയെ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുക മെറൈൻ ഹാബിറ്റാറ്റ്, അതായത് കടലിൽ തന്നെയാണ്. അതേപോലെ തന്നെ റോഡോഫൈസിയനും നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുക മറൈൻ ഹാബിറ്റാറ്റിലാണ്. ഇത് കൂടുതലായിട്ട് കാണാൻ പറ്റുക കുറച്ച് ചൂടുള്ള ഭാഗത്ത്, ഓഷ്യൻ്റെ കുറച്ച് വാമർ ഏരിയകളിലാണ് നമുക്ക് ഇവരെ മെയിനായിട്ട് കാണാം. പിന്നെ ഈ ആൽഗൽ ഗ്രൂപ്പിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഏറ്റവും മുകളിലുള്ള, ഓഷ്യൻ്റെ ഏറ്റവും മുകളിലുള്ള നല്ല ലൈറ്റ് കിട്ടുന്ന വെൽ ലൈറ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് ഇവരുണ്ട്. മിഡിൽ ലെയറിലും ഉണ്ട്. ഓഷ്യൻ്റെ ഡീപ്പർ ലെയർ, അതായത് ലൈറ്റ് ഏറ്റവും ലെസ് പെനട്രേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും കുറച്ച് ലൈറ്റ് കിട്ടുന്ന ഡീപ്പർ ലെയറിൽ പോലും നമുക്ക് ആരെ കാണാൻ പറ്റും? റെഡ് ആൽഗേനെ കാണാൻ പറ്റും. അതായത് ഇവർക്ക് അത്രയും നല്ല പിഗ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും മുകളിലും മിഡിലും ഡീപ്പർ ലെയറിലൊക്കെ ഇവർക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇവരുടെ സെൽ വാളിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇവരുടെ സെൽ വാൾ ഉള്ളത് സെല്ലുലോസും പെക്റ്റിനും പിന്നെ കുറച്ച് പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് മറ്റാരുമല്ല, നമ്മൾ ബ്രൗൺ ആൽഗയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ജെല്ലി ആയിട്ടുള്ള വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള കുറച്ച് ഹൈഡ്രോകൊളോയിഡ്സ് തന്നെയാണ് ഈ പോളിസൾഫേറ്റ് എസ്റ്റേഴ്സിൽ വരുന്നത്. ഈ പോളിസൾഫേറ്റ് എസ്റ്റേഴ്സിൽ നമുക്ക് പറയാവുന്ന 2 ആൾക്കാരുടെ പേര്, ഒന്ന് അഗാറാണ്. അഗാർ നിങ്ങൾ ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കും, നിങ്ങൾ ചിലപ്പോൾ ബയോടെക്നോളജിയിൽ അവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുണ്ട് ഈ അഗാറിനെ പറ്റിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ അഗാറും പിന്നെ വരുന്ന രണ്ടാമത്തെ ആൾ വരുന്നത് കെരാജീനുമാണ്. അപ്പോൾ ഈ പോളിസൾഫേറ്റ് ടെസ്റ്റിൽ ഒന്ന് അഗാറും രണ്ടാമത്തത് കെരാജീൻ, ഇവർ രണ്ടുപേരുമാണ് ഇത് റെഡ് ആൽഗയിൽ മെയിനായിട്ട് കാണപ്പെടുന്ന ഈ ഒരു ജെൽ ലൈക്ക് മെറ്റീരിയൽ. പിന്നെ ഇവരുടെ പിഗ്മെന്റ്സ് ഉള്ളത് ക്ലോറോഫിൽ AD. നിങ്ങളത് ശ്രദ്ധിച്ചോ, ഗ്രീൻ ആൽഗയിൽ ക്ലോറോഫിൽ Aയും Bയും, ബ്രൗൺ ആൽഗയിൽ Aയും Cയും, റെഡ് ആൽഗയിൽ Aയും Dയും. അപ്പൊ A എല്ലാത്തിലും ഉണ്ട്, ബാക്കി BCD എന്നുള്ള അറേഞ്ച്മെന്റേ ഉള്ളൂ. പിന്നെ ഇവരുടെ ബോഡിയിലുള്ള ഒരു സ്പെഷ്യൽ പിഗ്മെന്റ് ആണ് നമ്മുടെ R-ഫൈക്കോഎരിത്രിൻ എന്ന് പറയുന്ന ആള്.
ഇയാളാണ് ഈ റെഡ് കളർ ആൽഗയ്ക്ക് കൊടുക്കുന്നത്. ആൽഗയ്ക്ക് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻ്റ് ആണ് ഈ ഫൈക്കോഇരിത്രിൻ. ഈ ഫൈക്കോഇരിത്രിൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഡീപ്പർ ലെയർ ഓഫ് ഓഷ്യനിൽ വരെ ആർക്ക് നിൽക്കാൻ പറ്റുന്നത്, നമ്മൾ റെഡ് ആൽഗയ്ക്ക് നിൽക്കാൻ പറ്റുന്നത്. ഏറ്റവും ആഴത്തേക്ക് പെനട്രേറ്റ് ചെയ്തു പോകുന്ന ലൈറ്റ് വരെ ആര് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും, ഫൈക്കോഇരിത്രിൻ അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. അതാണ് നമുക്ക് ഇവരെ ഏറ്റവും ഡീപ്പർ ലെയറിൽ കാണാൻ പറ്റുന്നത്. പ്ലസ് ഈ റെഡ് കളർ കൊടുക്കുന്നതും ആരെന്നെയാണ്, ഫൈക്കോഇരിത്രിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ്. ഇനി ഇവരുടെ സ്റ്റോർഡ് ഫുഡ് വരുന്നത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്. സ്റ്റോർഡ് ഫുഡ് വരുന്നത് ആരാണ്, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്ന സ്റ്റോർഡ് ഫുഡ്. ഈ ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സ്റ്റാർച്ചിന്റെ കമ്പോണന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരാളാണ് അമൈലോപെക്റ്റിൻ സ്റ്റാർച്ചിൽ. അതേപോലെ തന്നെ ആനിമൽ ബോഡിയിലെ സ്റ്റോർഡ് ഫുഡായിട്ട് നമ്മൾ പറയുന്ന ഒരാളാണ് ഗ്ലൈക്കോജൻ. അപ്പോൾ ഈ ഗ്ലൈക്കോജനോടും അമൈലോപെക്റ്റിനോടും സ്ട്രക്ചറൽ സിമിലാരിറ്റി കാണിക്കുന്ന ഒരേപോലെയുള്ള ഒരാളാണ് ആര്, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്ന കോമ്പൗണ്ട്. അപ്പോൾ ഇതെന്താണ്, സ്ട്രക്ചറലി സിമിലർ ടു amylopectin and glycogen. Structurally similar to amylopectin and glycogen. അത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇനി ഇവരുടെ അസെക്ഷൽ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ അസെക്ഷൽ സ്പോറൊക്കെ സൂസ്പോറാണ്. അതിൽ ക്ലോറോഫൈസിലേക്ക് 2 to 8 ഫ്ലജല്ല ഉണ്ടായിരുന്നു. ഫിയോഫൈസിയിൽ 2 ഫ്ലജല്ല അൺഈക്വൽ ഫ്ലജല്ല ഉണ്ടായിരുന്നു. പക്ഷേ റോഡോഫൈസിയൻ്റെ ഫീച്ചറാണ് മോട്ടൈൽ സ്ട്രക്ചേഴ്സ് ഇവർക്കില്ല. ഫ്ലജല്ല എന്ന് പറയുന്ന സ്ട്രക്ചർ മൂവ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഇവരുടെ ബോഡിയിൽ ഉണ്ടാവില്ല. ഇവരുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നോൺ മോട്ടൈൽ സ്പോർസ് ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഊഗ്യാമസ് ആണെന്ന് പറയുമ്പോഴും നമ്മൾ പറഞ്ഞു ഊഗ്യാമസ് റീപ്രൊഡക്ഷനിൽ മെയില് ചെറിയ മോട്ടൈൽ ആയിട്ടുള്ള സ്പോറും ഫീമെയിൽ ലാർജ് സ്റ്റേഷനറി ആണെന്ന്. പക്ഷെ അങ്ങനെയുമല്ല. ഇവരുടെ മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും രണ്ടും ഒരുപോലെ എന്താണ്, നോൺ മോട്ടൈലാണ്. ഊഗ്യാമസ് റീപ്രൊഡക്ഷൻ വിത്ത് എന്ത് ഗമേറ്റ്, നോൺ മോട്ടൈൽ ഗമേറ്റ് ആണ്. ഊഗ്യാമസ് റീപ്രൊഡക്ഷൻ വിത്ത് നോൺ മോട്ടൈൽ ഗമേറ്റ്. ഇവർക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്, ഊഗ്യാമസ് റീപ്രൊഡക്ഷൻ വിത്ത് നോൺ മോട്ടൈൽ ഗമേറ്റ് എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഇവർ നമുക്ക് പറയേണ്ട ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെൻറ്റ്. സൈഗോട്ട് ഫോം ചെയ്തിട്ട് സൈഗോട്ടിൻ്റെ പിന്നീടുള്ള ഡെവലപ്മെൻറ്റ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെൻറ്റ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പും കൂടിയാണ് ആര്, നമ്മുടെ റോഡോഫൈസിയ. ഓക്കെ, ഇനി ഈ റോഡോഫൈസിയയിലെ മെമ്പേഴ്സ് നോക്കിയേ. റോഡോഫൈസിയയിലെ മെമ്പേഴ്സ് ഇവർ രണ്ടുപേരും NCERT ഫിഗർ ആണ്. പോർഫൈറയും പോളിസൈഫോണിയ. നോക്കി, പോളിസൈഫോണിയ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ബ്രാഞ്ച്ഡ് ആയിട്ട് അല്ലേ പ്ലാന്റിൻ്റെ ഒരു ഫോമിലേക്ക് വന്നു തുടങ്ങി. സോ പോർഫൈറയും പോളിസൈഫോണിയും. പിന്നെ വരുന്നത് ഗ്രാസിലേറിയും ജെലിഡിയം. ഈ രണ്ടു പേരും നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക കേട്ടോ. ഗ്രാസിലേറിയ, ജെലിഡിയം, ഇവരെ നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റെഡ് ആൽഗേൻ്റെ എക്സാമ്പിൾ. ഗ്രാസിലേറിയ, ജെലിഡിയം, പോർഫൈറ, പോളിസൈഫോണിയ. നോക്കിയ കളർ നല്ല റെഡ് കളറിലുള്ള ആൽഗേ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആൽഗേൻ്റെ 3 ഗ്രൂപ്പ്, ക്ലോറോഫൈസിയും ഫിയോഫൈസിയും റോഡോഫൈസിയും. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ആൽഗേ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കൊണ്ട് എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ മെറിറ്റ് എന്താണ്, എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ്. പ്ലാന്റ്സ് വെറുതെ അല്ല, അവർ ഫോട്ടോസിന്തസിസ് ചെയ്യും എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് അല്ലേ. ബിക്കോസ് ഫോട്ടോസിന്തസിസ് ഇല്ലാതെ ദർ ഇസ് നോ ലൈഫ് ഓൺ എർത്ത്. നമുക്ക് ഫുഡും കിട്ടൂല, നമുക്ക് ഓക്സിജനും കിട്ടൂല, ലൈഫ് ഉണ്ടാവില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരുപാട് വേറെ ബെനിഫിറ്റ്സും തരുന്ന ആൾക്കാരാണ് പ്ലാന്റ്സ്. അത് ഹയർ പ്ലാന്റ്സ് മാത്രമല്ല, ഏറ്റവും പ്രിമിറ്റീവായ ആൽഗേന്ന് വരെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോസിന്തസിസ് നടത്തി കാർബൺ ഡയോക്സൈഡിനെ ഫിക്സ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കും. ഗ്ലൂക്കോസ് പ്ലാന്റിൽ ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാം. അങ്ങനെയല്ല, ഈ ഗ്ലൂക്കോസ് ആണ് ഫുഡ് ചെയിനിലൂടെ നമ്മുടെ ബോഡിയിലേക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഫുഡ്. സോ ഫോട്ടോസിന്തസിസിലൂടെ കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യും. പിന്നെയോ ഈ ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ആളാണ് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ ഒരു 10 മിനിറ്റ് മൂക്ക് പൊത്തിപ്പിടിച്ച് നിൽക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ഓക്സിജൻ എന്ന് പറയുന്ന സാധനവും നമുക്ക് കിട്ടുന്ന ആ ഗ്യാസും നമുക്ക് കിട്ടുന്നത് പ്ലാന്റ് ഫോട്ടോസിന്തസിസിലൂടെ റിലീസ് ചെയ്തിട്ടാണ്. സോ ഫോട്ടോസിന്തസിസ് ടു ഫിക്സ് CO2 ആൻഡ് ടു റിലീസ് ഓക്സിജൻ. പിന്നെ നമ്മുടെ എർത്തിലെ ടോട്ടൽ ഫോട്ടോസിന്തസിസ്, അതായത് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ്റെ അറ്റ്ലീസ്റ്റ് ഹാഫ് എങ്കിലും 50% എങ്കിലും ചെയ്യുന്നത് ആൽഗയാണ്. സോ അവരൊരു വലിയ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. അപ്പോൾ ആൽഗയ്ക്ക് അത്രയും ഇമ്പോർട്ടൻറ്റ് റോള് നമ്മുടെ എക്കോസിസ്റ്റത്തിലുണ്ട്.
പിന്നെ വരുന്നത് ഫുഡ്. 70 സ്പീഷീസ് ഓഫ് ആൽഗെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 70 സ്പീഷീസ് ഓഫ് ആൽഗെ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ 3 ജീനസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്: ലാമിനാരിയ, സർഗാസം, പോർഫൈറ. പിന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ബെനിഫിറ്റ്, നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു എക്കണോമിക് ബെനിഫിറ്റ് ആണ് ഹൈഡ്രോകൊളോയിഡ്സ്. നമ്മൾ പറഞ്ഞു ആൽഗേൻ്റെ സെൽ വാളിന് കോട്ടിംഗ് ആയിട്ടുള്ള ജെൽ ലൈക്ക് മാറ്റർ ഉണ്ട്. ഇവർക്ക് വാട്ടർ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് വെക്കാനൊക്കെ ഉള്ള കഴിവുണ്ട്. അപ്പോൾ ഇതിലൊന്നാണ് ആൽജിൻ. ആൽജിൻ നമ്മൾ പറഞ്ഞതാണ്, നമുക്ക് ആൽജിന് കിട്ടുന്നത് നമ്മുടെ ബ്രൗൺ ആൽഗെ എന്നാണ്. ആൽജിന് നമുക്ക് കിട്ടുന്നത് ബ്രൗൺ ആൽഗെ എന്നാണ്. ബട്ട് ഇവർ രണ്ടുപേരോ, കെരാജിൻ ആൻഡ് അഗാർ, ഇവർ രണ്ടുപേരെയും നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവരെ കിട്ടുന്നത് നമുക്ക് റെഡ് ആൽഗെ എന്നാണ്. ഇതിൽ നമ്മൾ അഗാർ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അഗാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഗകളാണ് ഞാൻ നിങ്ങളോട് ഓർമ്മിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോഡോഫൈസിയയിലെ 2 എക്സാമ്പിൾസ് ജെലിഡിയും ഗ്രാസിലേറിയും. ഈ ജെലിഡിയും ഗ്രാസിലേറിയും എന്നാണ് നമ്മൾ എന്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? അഗാർ. ഈ അഗാർ നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. എങ്ങനെ? ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ജാമും ജെല്ലിയും ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. നോക്കൂ, ഈ ഐസ്ക്രീമിലും ജെല്ലിയിലും ജാമിനൊക്കെ അതിനൊരു തിക്നെസ് ഉണ്ട്. ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനം നമ്മൾ കോരി കഴിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ തിക്നെസ് അഥവാ ആ ജെൽ ലൈക്ക് കൺസിസ്റ്റൻസി ഐസ്ക്രീമിനും ജാമിനും ജെല്ലിക്കും നമ്മുടെ പുഡിങ്ങിനും ഒക്കെ നമുക്ക് കിട്ടുന്നത് ഈ അഗാർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഫുഡിൻ്റെ തന്നെ പാർട്ടാണ് ഈ അഗാർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ്. ഇതല്ലാതെ ഈ അഗാറിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാക്ടീരിയ അങ്ങനത്തെ ഓർഗാനിസത്തിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ കൾച്ചറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അഗാർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനി കുറേ കഴിഞ്ഞ് നിങ്ങൾ +2 പോകുമ്പോൾ ബയോടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇലക്ട്രോഫോറസിസ് ഒക്കെ പഠിക്കും. ഇലക്ട്രോഫോറസിൻ്റെ അപ്പാരറ്റസിൽ ഈ അഗാർ ഉണ്ട്. അങ്ങനെ നമ്മൾ ലബോറട്ടറിയിലും നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് ഫുഡിൻ്റെ പാർട്ടായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഈ അഗാർ. പിന്നെ വരുന്ന ഒന്ന് ഫുഡ് സപ്ലിമെൻറ്റ് ഫോർ സ്പേസ് ട്രാവലേഴ്സ് ആണ്. സ്പേസ് ട്രാവലേഴ്സിനൊക്കെ പ്രോട്ടീൻ്റെ സപ്ലിമെൻ്റ് ആയിട്ട് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ആൽഗയാണ് ക്ലോറെല്ല എന്ന് പറയുന്ന ഒരു ആൽഗ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ്. ഫോട്ടോസിന്തസിസ് നടത്തും, ഓക്സിജൻ റിലീസ് ചെയ്യും, ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ആൽഗയുണ്ട്. ആൽജിൻ, അഗാർ, കെരാജിൻ തുടങ്ങിയ ഹൈഡ്രോകൊളോയിഡ്സിൻ്റെ സോഴ്സ് ആണ്. പിന്നെ സ്പേസ് ട്രാവലേഴ്സിൻ്റെ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ എന്തിനു യൂസ് ചെയ്യും? ആൽഗേനെ യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ആൽഗേനെ പറ്റിയുള്ള ഒരു ഓവറോൾ ഐഡിയ അല്ലേ. അപ്പോൾ നമ്മുടെ ജനറൽ ക്യാരക്ടറും അതിൻ്റെ ഫോമും റീപ്രൊഡക്ഷനും ക്ലാസിഫിക്കേഷനും ആ ക്ലാസിഫിക്കേഷനിലെ ഓരോ ആൾക്കാരുടെയും ഇമ്പോർട്ടൻസും എക്സാമ്പിൾസും അതേപോലെ തന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കിതൊന്ന് സമ്മറൈസ് ചെയ്താലോ, നിങ്ങൾക്ക് എളുപ്പത്തിലൊന്ന് ഓർത്തു വയ്ക്കാൻ NCERT തന്നെ അതിനുള്ള സൊല്യൂഷൻ തരുന്നുണ്ട്. നല്ലൊരു ചാർട്ട് ഉണ്ട് NCERTയിൽ. ഈ ചാർട്ട് തന്നെ ഈ ആൽഗേനെ ഒന്നിച്ച് നമ്മളെ സമ്മറൈസ് ചെയ്ത് തരാൻ പറ്റുന്നൊരു ചാർട്ടാണ്. നോക്കി, ഇതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ, കോമൺ നെയിം, പിഗ്മെന്റ്, സ്റ്റോർഡ് ഫുഡ്, സെൽ വാള്, ഫ്ലജല്ലാർ, നമ്പർ ആൻഡ് പൊസിഷൻ ആൻഡ് വേർ വി ക്യാൻ സീ ദ ആൽഗെ, ഹാബിറ്റാറ്റ്, ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലോറോഫൈസിയൻ്റെ കോമൺ നെയിം ഗ്രീൻ ആൽഗെ, പിഗ്മെന്റ് ക്ലോറോഫിൽ A and B, സ്റ്റോർഡ് ഫുഡ് സ്റ്റാർച്ച്, ഞാൻ പറഞ്ഞു സ്റ്റാർച്ചിനൊപ്പം തന്നെ പൈറനോയിഡ്സ് എന്ത് സ്റ്റോർ ചെയ്യുന്ന നമ്മൾ പറഞ്ഞത്, സ്റ്റാർച്ചിൻ്റെ കൂടെ തന്നെ പൈറനോയിഡ്സ് സ്റ്റോർ ചെയ്യുന്നത് ഒരു സബ്സ്റ്റൻസ് ആണ് പ്രോട്ടീനുണ്ട്. പിന്നെയോ സെൽ വാള് സെല്ലുലോസിക് ആണ്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു ഔട്ടർ ലെയർ പെക്റ്റിനും ഇന്നർ ലെയർ ഓഫ് സെല്ലുലോസും. ഫ്ലജല്ല പറഞ്ഞു 2 to 8 ഈക്വൽ എപ്പിക്കൽ ഫ്ലജല്ലയാണ്. ഇവരെ കാണാൻ പറ്റുക ഫ്രഷ് വാട്ടറിലുണ്ട്, ബ്രാക്കിഷ് വാട്ടറിലുണ്ട്, സാൾട്ട് വാട്ടറിലുണ്ട്. പിന്നെ ഫിയോഫൈസിയെ ബ്രൗൺ ആൽഗെ, പിഗ്മെന്റ് വരുന്നത് ക്ലോറോഫിൽ AC, ഫ്യൂക്കോസാന്തിൻ, ഈ ഫ്യൂക്കോസാന്തിനാണ് കളർ കൊടുക്കുക നമ്മൾ പറഞ്ഞു. സ്റ്റോർഡ് ഫുഡ് മാനിറ്റോള്, ലാമിനാരിൻ, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകളാണ്. സെൽ വാള് സെല്ലുലോസ് ആണ്, അതിനെ കോട്ട് ചെയ്ത ആൽജിൻ ഉണ്ട്. ഫ്ലജല്ലേഷൻ 2 അൺഈക്വൽ ലാറ്ററൽ ഫ്ലജല്ലയാണ്. ഷേപ്പും കൂടെ ആലോചിച്ച് വയ്ക്കുക, ഗമീറ്റ്സിൻ്റെയും സൂസ്പോറിൻ്റെയും പിയർ ഷേപ്ഡ് ആണ്. ഹാബിറ്റാറ്റ് ഫ്രഷ് വാട്ടറിൽ റെയർ ആണ്, ബ്രാക്കിഷ് വാട്ടറിലുണ്ട്, മെജോറിറ്റി സാൾട്ട് മറൈൻ വാട്ടറിലാണ് ഉണ്ടാവുക. പിന്നെ റോഡോഫൈസിയെ റെഡ് ആൽഗിയാണ്, മേജർ പിഗ്മെന്റ് ക്ലോറോഫിൽ AD, പിന്നെ ഫൈക്കോഇരിത്രിൻ, ഇതാണ് റെഡ് കളർ കൊടുക്കുന്നത്. സ്റ്റോർഡ് ഫുഡ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്, നമ്മൾ പറഞ്ഞു അമൈലോ പെക്റ്റിനോടും ഗ്ലൈക്കോജനോടും സ്ട്രക്ചറലി സിമിലർ ആണ്. സെൽ വാള് സെല്ലുലോസും പെക്റ്റിനും ഉണ്ട്, പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ്, ഇതിലാണ് നമ്മൾ അഗാറിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞത്. ഫ്ലജല്ലേഷൻ നമുക്ക് മോട്ടൈൽ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല, സ്പോർ ആണെങ്കിലും നോൺ മോട്ടൈൽ സ്പോർ ആണ്, ഗമീറ്റ്സ് ആണെങ്കിലും നോൺ മോട്ടൈൽ ഗമീറ്റ്സ് ആണ്. ഹാബിറ്റാറ്റ് ഫ്രഷ് വാട്ടറിൽ കുറച്ചുണ്ട്, ബ്രാക്കിഷ് വാട്ടറിലുണ്ട്, മോസ്റ്റ് ഓഫ് ദം വിൽ ബി ഇൻ സാൾട്ട് വാട്ടർ, മറൈൻ ആണ്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ പല ഗ്രൂപ്പ് ആൽഗയും അവരുടെ ജനറൽ ഫീച്ചേഴ്സും. ബാക്കി പ്ലാന്റ് ഗ്രൂപ്പ്സിനെ പറ്റിയിട്ട് നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക് യു.